ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സപ്പോസ്ഡ് ടു ആണ് കേട്ടോ. ഈ സപ്പോസ്ഡ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന് പ്രതീക്ഷിച്ചതായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യത്തെയാണ് ഈ ഒരു സപ്പോസ്ഡ് ടു മെയിനായിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നിങ്ങൾ നിയമങ്ങൾ പാലിക്കണം. അതിന് നമുക്ക് യു ആർ സപ്പോസ്ഡ് ടു ഡു ഫോളോ ദ റൂൾസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, തീർച്ചയായിട്ടും അവിടെ ആ ഒരു നിയമം നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രസ്താവിക്കുകയാണ് ഈ ഒരു സപ്പോസ്ഡ് ടുയിലൂടെ കേട്ടോ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ വരുന്നത്, ഇന്ന് ഞാൻ ജോലി തീർക്കേണ്ടതാണ്. ഐ ആം സപ്പോസ്ഡ് ടു ഫിനിഷ് ദ വർക്ക് ടുഡേ. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് സപ്പോസ്ഡ് ടു അവിടെ യൂസേജ് ആയിട്ട് വരുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത്, ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതിന് നമ്മളവിടെ പറയേണ്ടത് വി ആർ നോട്ട് സപ്പോസ്ഡ് ടു യൂസ് ഫോൺ ഇൻ ക്ലാസ്സിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ റിക്വയർഡ് ടു അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടു, അതേപോലെ തന്നെ ഷുഡ് ഡു എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സെൻറ്റൻസുകളിൽ നമ്മൾ അതേ സെയിം ഏകദേശം യൂസേജ് തന്നെയാണ് ഈ സപ്പോസ്ഡ് ടുവിലും വരുന്നത് കേട്ടോ.